പ്രതിദിന ചിന്തകളുടെ 77-ാം അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാങ്കേതിക നിർവഹണം സൗപർണിക സ്റ്റുഡിയോ മുക്കം. അവതരണം KV പ്രസാദ് മുക്കം. എല്ലാ വർഷവും ഒക്ടോബർ 1 ലോക വയോജന ദിനമായി ആചരിക്കാൻ 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത്. 1991 ഒക്ടോബർ 1 ആദ്യ വയോജന ദിനം ആചരിച്ചു. പ്രായമായവരുടെ സംഭാവനകൾ അംഗീകരിക്കുകയും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക, സന്നദ്ധ സേവനത്തിലൂടെ അവരുടെ അനുഭവവും അറിവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക തുടങ്ങിയവയാണ് ദിനാചരണത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. ലോകത്ത് ഓരോ വർഷം കഴിയുന്തോറും വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ആരോഗ്യരംഗത്തെ നേട്ടങ്ങളും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും ഉയർന്ന ജീവിത നിലവാരവും മനുഷ്യായുസ് കൂടുവാൻ കാരണമായി. 65 വയസ്സ് കഴിഞ്ഞവരെയാണ് പൊതുവെ വയോജനങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 2025 ആവുമ്പോഴേക്കും ലോകത്തെ വയോജനങ്ങളുടെ എണ്ണം 100 കോടി കടക്കും. വാർദ്ധക്യം ജീവിതത്തിലെ ഒരു സ്വാഭാവിക പരിണാമ പ്രക്രിയയാണെന്ന് മനസ്സിലാക്കി വയോജനങ്ങൾക്ക് വേണ്ട കരുതലും സ്നേഹവും പകർന്നു നൽകി അവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. ശാരീരിക അവശതകളും മാനസികമായ ഒറ്റപ്പെടലും വയോജനങ്ങളെ തളർത്തും. പ്രായമായവർക്ക് അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എന്നിവരിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന അവഗണനകളും പീഡനങ്ങളും താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. വാർദ്ധക്യം ഒരു അവസ്ഥയാണ്, മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവസ്ഥ. സ്വന്തം ഇഷ്ടങ്ങളും സുഖങ്ങളും ത്യജിച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യമാണ്. മാതാപിതാക്കളുടെ സംരക്ഷണം സ്വമേധയാ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ അവരെ അവഗണിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് സമൂഹം മാറിയതോടെ അവരുടെ ചിന്താഗതിയിലും മാറ്റം വന്നു തുടങ്ങി. വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾക്ക് ഭാരമായി മാറിത്തുടങ്ങി. അവരെ തെരുവിൽ ഉപേക്ഷിക്കുകയും നടതള്ളുകയും ചെയ്യുന്ന പ്രവണത കൂടി വന്നു. അഗതി മന്ദിരങ്ങളിലും വൃദ്ധസദനങ്ങളിലും അടച്ചിടപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വന്നു. വയോജനങ്ങളെ അവഗണിക്കുവാനും അവരെ ശരണാലയത്തിലും വൃദ്ധമന്ദിരങ്ങളിലും കൊണ്ടുതള്ളാനും മത്സരിക്കുന്നവർ തങ്ങളുടെ നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നും എല്ലാവർക്കും യൗവനമായിരിക്കില്ല എന്ന സത്യം അത്തരക്കാർ മറന്നുപോകുന്നു. മുതിർന്ന പൗരന്മാരുടെ സാമ്പത്തിക, സാമൂഹിക, ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. വയോജനങ്ങളിൽ 50% പേരും രക്തസമ്മർദ്ദം, വാതം, പ്രമേഹം, ശ്വാസതടസ്സം, ഹൃദ്രോഗം, വിഷാദം, മറവി തുടങ്ങിയ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ്. വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും പൊതുസമൂഹം അറിയുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പ്രായമായ അവിവാഹിതർ, അനന്തര തലമുറയില്ലാത്ത ദമ്പതിമാർ, അസംഘടിത മേഖലയിൽ സ്ഥിര വരുമാനമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന തൊഴിലാളികൾ, വിഭാര്യന്മാർ, വിധവകൾ, ഭിന്നശേഷിയുള്ളവർ എന്നിവരുടെ സംരക്ഷണം ആര് ഏറ്റെടുക്കും എന്നുള്ളത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകളിലൂടെയുള്ള ഒരു യാത്രയാണ് ജീവിതം. നല്ല നാളുകൾ പോയി മറഞ്ഞ് അവസാനം എല്ലാവരും എത്തിച്ചേരുന്ന ഒരു തുരുത്താണ് വാർദ്ധക്യം. ജീവിത സായാഹ്നത്തിലെത്തി നിൽക്കുന്ന ഇവർക്ക് താങ്ങും തണലുമാവേണ്ടത് മക്കളും സമൂഹവും സർക്കാരുമാണ്. വൃദ്ധസദനങ്ങളിലും മറ്റും പ്രായമായവരെ ഏൽപ്പിച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാതെ, വയോജനങ്ങളെ പാഴ്വസ്തുക്കളായി കാണാതെ പരിഗണനയും സ്നേഹവും നൽകി അവരെ നമുക്ക് നമ്മോടൊപ്പം ചേർത്ത് നിർത്താം. പ്രതിദിന ചിന്തകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.